കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ എല്ലാവരും വേദനയോടെ കണ്ട വാർത്ത എന്നത് രേണുവിൻ്റെ അവസ്ഥയാണ്. രേണുവിനെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ കണ്ടതിന് ശേഷം പിന്നീട് അറിഞ്ഞത് രേണു ICUയിൽ അഡ്മിറ്റാണ് എന്നതാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റേജ് മൂർധന്യാവസ്ഥയിലായതുകൊണ്ട് ഹൃദയത്തിലേക്കും ലങ്സിലേക്കും വേഗം ഇത് പടർന്നു പിടിക്കുന്നുണ്ട് എന്നായിരുന്നു ആദ്യം തനിക്ക് ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിച്ച് രേണു പറഞ്ഞപ്പോൾ കൂടെ പറഞ്ഞത്. ഇപ്പോൾ അതിന് പിന്നാലെ തന്നെ രേണുവിന് അനുഭവിക്കേണ്ടി വരുന്ന വേദനയെക്കുറിച്ചും അതുപോലെ രേണു ഇപ്പോൾ കടന്നുപോകുന്ന അവസ്ഥയെക്കുറിച്ചും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പെട്ടെന്നൊന്ന് ആശുപത്രിയിൽ പോകേണ്ടി വന്നു. വാ മുഴുവൻ കയ്പാണ്, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല, എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, ബാത്റൂമിൽ പോകണമെങ്കിലും ആരെങ്കിലും തന്നെ പിടിക്കണം, അല്ലെങ്കിൽ താൻ വീണുപോകും, ബലപ്പിക്കാൻ പറ്റുന്നില്ല. തൻ്റെ ഇടതുവശത്തെ തലച്ചോറ് മരവിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇടതുവശം മുഴുവൻ അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. എൻ്റെ മുടി മുഴുവൻ മുറിച്ചു. കീമോ കാരണം മുടി നഷ്ടപ്പെട്ടു തുടങ്ങി. അതുകൊണ്ടാണ് കീമോയ്ക്ക് മുൻപ് തന്നെ തീരുന്നതിന് മുൻപായി ഇത് മുറിച്ചു കളഞ്ഞത്. എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ട്. പലരും എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഒരുപാട് പേർ തന്നെ സഹായിക്കാൻ വരുന്നുണ്ട്. മുൻകൈയെടുത്ത് സഹായിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചു തരികയും ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തനിക്ക് പറയാനുണ്ട് എന്ന് പറയുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം. എന്നെ വെറുതെ വിടൂ എന്ന് പറയുന്നവരോട് നിരവധി പേരാണ് ഇപ്പോൾ രേണുവിൻ്റെ കമൻറ്റ് ബോക്സായി തന്നെ എത്തുന്നത്. ഇരിക്കാൻ വയ്യ, ഛർദിലാണ്, വളരെയധികം വേദനയാണ്, താൻ കടന്നു പോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. ഓരോ തവണയും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ എന്നെ വെറുതെ വിട്ടേ പറ്റൂ, മകൻ അനാഥനായി പോകും, ഏറ്റെടുക്കണമെന്ന് അവരോട് പറയുകയുണ്ടായി. സങ്കടത്തോടെയാണ് രേണു പറയുന്നത്. രേണു സ്നേഹിക്കുന്നവരെക്കുറിച്ചും പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അസുഖത്തിൻ്റെ വേദനയിലുപരി രേണുവിനെ വേദനിപ്പിക്കുന്നത് തെറിവിളികളും ശാപവാക്കുകളുമാണ്. പലരും ഇതിനെക്കുറിച്ച് പറയുന്നു. പലരും വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെന്ന് തന്നെ നമുക്ക് പറയാം. രേണുവിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് എന്ന് വീണ്ടും വീണ്ടും പറയപ്പെടുന്നുണ്ട്. രേണുവിനെക്കുറിച്ച് സിമ്പതികൾ പറയുന്നതല്ല, മറിച്ച് രേണുവിൻ്റെ അവസ്ഥ വളരെയധികം വിഷമമാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും നിൽക്കുന്നത്. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി അറിയുന്നൊരു കാര്യം തന്നെയാണ് രേണുവിൻ്റെ വാർത്ത. അതുകൊണ്ട് തന്നെയാണ് രേണുവിൻ്റെയും കിച്ചുവിൻ്റെയും കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ശ്രുതി മരിച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചർച്ച ചെയ്തതും രേണുവിനെ പറ്റി തന്നെയാണ്. രേണുവിന് അസുഖമൊന്നും വരരുതെന്ന് പ്രാർത്ഥിച്ചവരുമുണ്ടാകാം, ഒരുപക്ഷെ ശപിച്ചവരുമുണ്ടാകാം. എന്നാൽ രേണുവിന് ഇങ്ങനൊരു അവസരം വന്ന് ഇപ്പോൾ വളരെയധികം തന്നെ സങ്കടത്തിലൂടെ കടന്നു പോകുന്നു. അതിനിടയിൽ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നത് മാത്രമാണ് ചെയ്യാൻ പറ്റുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.